പ്രസാദമുള്ളവരായിട്ടിരിക്കണം, സന്തോഷത്തോടെ ജീവിക്കണം. നിങ്ങൾക്ക് ഈ ലോകത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്താ? പുഞ്ചിരി. പുഞ്ചിരിക്കുന്ന ഒരു മുഖം, മനുഷ്യനെ കാണുമ്പോൾ സന്തോഷത്തോടെ ചിരിക്കുന്ന ഒരു മുഖമാണ് നിങ്ങൾക്ക് ഈ ലോകത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ. എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ കടന്നു പോകുമ്പോൾ മനുഷ്യരെ നോക്കി ഒന്ന് ചിരിച്ചാൽ മതി. ഞാൻ ഇങ്ങനെ ഒരു മനുഷ്യനെ കുറിച്ച് കേട്ടു. അതായത് ഒരു ഫാക്ടറിയിലെ ഒരു ജോലിക്കാരൻ, അകത്ത് അയാള് ഈ വായു കയറാത്ത, ശ്വാസം മുട്ടി മരിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്ത് കുടുങ്ങിപ്പോയി. അയാള് ചിന്തിച്ചു, ഞാൻ രക്ഷപ്പെട്ടില്ല, ഞാൻ മരിക്കും, കാരണം ഇവിടേക്ക് ആരും വരാൻ പറ്റില്ല. അയാൾക്ക് പുറത്തുള്ളവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള യാതൊരു വഴിയില്ല. അയാൾ അങ്ങനെ സ്വയം ഇനി അനിവാര്യമായ മരണത്തിന് കീഴടങ്ങാൻ അയാൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സെക്യൂരിറ്റി ഓടി വന്ന് കതക് ചവിട്ടിപ്പൊളിച്ച് അകത്തേക്ക് കയറി അയാളെ വലിച്ച് വെളിയിലേക്ക് ഇട്ടു. പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അയാൾ രക്ഷപ്പെട്ടു. ഈ മനുഷ്യൻ അയാളോട് ചോദിച്ചു, ഒരിക്കലും ആരും കയറി വരാൻ സാധ്യതയില്ലാത്ത, അല്ലെ അറിയാൻ സാധ്യതയില്ലാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു ഞാൻ. എങ്ങനെയാണ് ഞാൻ ഇതിനകത്ത് കുടുങ്ങിപ്പോയെന്ന് അറിഞ്ഞത്? അയാൾ പറഞ്ഞു, ഈ ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന 100 കണക്കിന് ജോലിക്കാരിൽ നിങ്ങൾ ഒരാൾ മാത്രമാണ് എന്നെ നോക്കി എല്ലാ ദിവസവും ചിരിച്ചിരുന്നത്. ഇന്ന് നിങ്ങളെ ഞാൻ കണ്ടില്ല. എല്ലാ ദിവസവും, കാരണം രാവിലെ നിങ്ങൾ ആ ഫാക്ടറിയിലേക്ക് പോകുമ്പോഴും ഇന്നും നിങ്ങൾ എന്നെ നോക്കി ചിരിച്ചിരുന്നു. വൈകുന്നേരം എല്ലാവരും ഇറങ്ങിപ്പോയി, ആരും എന്നെ മൈൻഡ് ചെയ്യാതെ പോയി. എന്നെ ഒരാളെ മൈൻഡ് ചെയ്യത്തുള്ളൂ, ഒരാളെ എന്നെ നോക്കി ചിരിക്കത്തുള്ളൂ. ആ ആള് നിങ്ങളാണ്. നിങ്ങളെ കാണാതായപ്പോൾ ഞാൻ ഭയപ്പെട്ടു. മനുഷ്യര് നാളെ ഓർത്തിരിക്കാൻ പോകുന്നത് നിങ്ങൾ PSLV വിക്ഷേപിച്ചതൊന്നുമല്ല, ചന്ദ്രനിൽ പോയി കാല് കുത്തിയതൊന്നുമല്ല, നിങ്ങൾ അടുത്ത റോക്കറ്റ് ഉണ്ടാക്കിയതൊന്നുമല്ല. മനുഷ്യര് നാളെ ഓർത്തിരിക്കാൻ പോകുന്നത് മനുഷ്യനോട് കാണിച്ച സ്നേഹം, പരിഗണന, കരുതല്, ചിരിച്ചത്, സ്നേഹത്തോടെ മിണ്ടിയത്. അപ്പോ മൂടിക്കെട്ടിയ ആകാശം പോലെ ജീവിക്കാൻ സാത്താൻ പ്രേരിപ്പിക്കും. ഓരോരുത്തർക്കും അവരവരുടേതായ ഭാണ്ഡക്കെട്ടുകൾ, അവരവരുടെ തലയിൽ ദുഃഖത്തിന്റെ ഭാണ്ഡം സാത്താൻ നിറച്ചു വെച്ചിട്ടുണ്ട്. ഇന്ന് അവന്റെ മുഖത്ത് നോക്കി പരിഹസിച്ചിട്ട് പറയണം, ഞങ്ങൾ കർത്താവിൽ ആനന്ദിക്കും.